ബാബാജി, നമ്മൾക്കറിയാം ഏതൊരു മനുഷ്യൻ അതല്ലെങ്കിൽ ഏതൊരു ജീവൻ പൊലിഞ്ഞാലും അത് നമുക്ക് എല്ലാവർക്കും വലിയ വേദന തരുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ആരും ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നോ തരംതിരിച്ച് നമ്മൾ ആരും പറയാറില്ല. പക്ഷെ ഇവിടെ ചില ആനുകാലിക സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ചിലത് നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും. കാരണം ഒരു മാധ്യമവും ഈ കുരുന്നടക്കമുള്ള ആളുകളെ 10ഓളം ആളുകളെ കൊന്നതിനെതിരെ, അതല്ലെങ്കിൽ ഈ 40ഓളം ആളുകൾ ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ നമ്മുടെ ചാനലുകാരോ പത്രങ്ങളോ പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇല്ല, അതിനെ അപലപിച്ചിട്ട് പോലും ഇല്ല എന്ന് കാണുമ്പോൾ, എന്നാൽ എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കുക എന്ന് കാണുമ്പോൾ ഇതിലെ ആ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു നിരീക്ഷണം? ഹരിയോ, നമസ്തേ. നമ്മള് ഈ ഒരു വിഷയം സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അറിയുന്നത്. സർവോപരി ബൈജൂജി തന്നെയാണ് ഈ ഒരു വാർത്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അതായത് നമ്മുടെ ജമ്മുവിൽ വൈഷ്ണവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയിരുന്ന ഭക്തർ സഞ്ചരിച്ചിരുന്ന ആ ബസ്സിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. അതില് 10ഓളം ഭക്തര്, ഹൈന്ദവ ഭക്തര് മരണമടയുകയും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ ആചാര്യൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നമ്മൾ സംസാരിക്കുന്നത്. 33ഓളം പേര് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പല ആളുകൾക്കും ആ ഗുരുതരാവസ്ഥ മറികടന്നിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു ഭാരതീയൻ, ഹിന്ദു എന്ന അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് ബഹുമാന്യ നരേന്ദ്രമോദിജി 3ാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഭരണം അത് പൂർണ്ണതയിൽ എത്തും എന്ന് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മഹനീയ വ്യക്തിത്വം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് 3ാമതും ഭരണത്തിലേറുന്ന ആ സമയത്ത് തന്നെ ഈ തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുക എന്നുണ്ടെങ്കിൽ അത് കേവലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഏതോ മതത്തിനോടോ ഉള്ളത് മാത്രമല്ല, ഈ രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരന്തരമുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജമ്മുവിൽ നിരന്തരം ഭീകരാക്രമണം നടക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോ ഈ അവസാനം ഇരിക്കുന്നതിന് മുമ്പ് കൂടി വാർത്തകളോട് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൽ തന്നെ ഒരു ജവാൻ വീരമൃത്യു വരികയുണ്ടായി എന്നും അറിയാൻ പറ്റും. കബീർദാസ് എന്നാണ് ആ മാന്യദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആ വീരബലിദാനത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ ഒരു വീരമൃത്യുയുടെ മുന്നിൽ നമ്മളൊന്ന് നമ്മുടെ ശിരസ് നമിക്കുകയാണ്. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു ഭാരതീയൻ എപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. ആ ഒരു കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ബഹുമാന്യ പ്രധാനമന്ത്രി അധികാരമേറ്റ ഉടൻ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തതിന്റെ ഫലമായി തന്നെ തിരിച്ചടിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഭീകരനെ കൊല്ലാൻ നമുക്കായിട്ടുണ്ട്. തീർന്നിട്ടില്ല, 80ഓളം പേരാണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, അവിടുത്തെ സാധു മനുഷ്യനെയും ഇവര് കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മതോ ജാതിയോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, അദ്ദേഹം ഇന്ത്യനാണ്, ഭാരതീയനാണ്. ഭാരതീയനായതുകൊണ്ട് തന്നെ ബഹുമാന്യ മോഹൻ ഭഗവത്ജിയൊക്കെ പറയുന്ന പോലെ നമുക്ക് ഹിന്ദു ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഭാരതീയൻ എന്ന അർത്ഥത്തിൽ, വിശ്വാസത്തിലല്ല. അതുകൊണ്ട് ആരായാലും ശരി, ഇത് ഹൈന്ദവർക്ക് നേരെ രാഷ്ട്രത്തിനുള്ള കടന്നുകയറ്റാണ്. അപ്പൊ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഹിന്ദു നാമധാരിയായ വ്യക്തിക്ക് നേരെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ആരും അതില് ഒന്നും കാണുന്നില്ല. കാരണം ആ കുട്ടിയുടെ പേരോ അത് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ്. അത് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടാണ്. ശബരിമല വിഷയമൊക്കെ വന്ന സമയത്ത് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ വല്ല ഭീകരന്മാരുമാണ് എന്ന രീതിയിലാണ്. നമ്മള് കയ്യില് തേങ്ങ അടിക്കാൻ വേണ്ടി എടുത്ത തേങ്ങ എറിയാൻ വേണ്ടി എടുത്തിരിക്കാന്ന്. ശബരിമല എന്താന്ന് ഇവിടുത്തെ ഭരിക്കുന്നവർക്കും അറിയില്ല, ഉദ്യോഗസ്ഥന്മാർക്കും അല്ല. കാരണം ആ സമയത്ത് ഹിന്ദുക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റി അവിടെ ആരെയൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ എടുത്ത തേങ്ങ എറിയാനാന്ന് കരുതിയിട്ട് ഇവിടുത്തെ അയ്യപ്പന്മാരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നമ്മളെ ഭക്ത സമൂഹം ഒരു കാലത്തും ഭയപ്പെടില്ല. അപ്പൊ ഭയപ്പെടുത്തിക്കൊണ്ട് വൈഷ്ണവ ക്ഷേത്രത്തിൽ മാത്രമല്ല അങ്ങ് കൈലാസത്തിൽ വരെ കയറുന്ന ഹൈന്ദവനെ ഭയപ്പെടുത്താന്നാണെങ്കിൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. വന്നവനും പോയവനൊക്കെ കയറി ഭയപ്പെടുത്തുകയും ഇല്ലാണ്ടാക്കുകയും ചെയ്ത് കാളിന്തി നദിയിലേക്ക് ബ്രാഹ്മണരെ വെട്ടിത്തള്ളിയിട്ടിട്ടും ഇവിടെ ആരും പതറിയിട്ടില്ല. കാരണം എന്താണ്? നമുക്ക് മാർഗദർശനം നൽകുന്ന ഭഗവത്ഗീത പോലെയുള്ള ദർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പതറാൻ പോകുന്നില്ല. നമ്മളുടെ ആചാര്യന്മാരും ഋഷിവര്യന്മാരും ഗുരുക്കന്മാരും അതുപോലെ തന്നെ അവതാര പുരുഷന്മാരും നമുക്ക് നൽകിയ ഉപദേശം തന്നെ ഭയക്കണ്ട എന്ന് തന്നെയാണ്. നിർഭയത സർവത്ര എന്നാണ്. സർവത്ര നിർഭയത, എവിടെയും ഭയക്കാൻ പോകുന്നില്ല ഭാരതീയ ഹിന്ദു. അപ്പൊ നിരന്തരം ഇവർ ഏത് രീതിയിൽ ഇവരെ ഭീകരവാദം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുമ്പോഴും അത്തരത്തിലുള്ള ചിന്ത ആർക്കുണ്ടെങ്കിലും അവരോടൊക്കെ ഒരു ഹൈന്ദവൻ ആചാര്യൻ നിലയ്ക്ക് തന്നെ പറയട്ടെ, ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട. ഭയപ്പെടുന്നവരല്ല ഹൈന്ദവരും ഭാരതീയരും. സ്വത്വത്ത് തൊട്ടുകൊണ്ട് പറയുന്നു, ഇങ്ങോട്ട് അടിച്ചാൽ മാത്രമേ അങ്ങോട്ട് അടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അടി വളരെ ശക്തമായിരിക്കും. പക്ഷെ അടിച്ചതിന് ശേഷം അടി കൊണ്ടവന് വേണ്ടി വിലപിക്കുന്ന ആളുകളോട് ഉണ്ടാകുന്നു എങ്കിൽ അതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. മാറാട് കലാപമുണ്ടായപ്പോ ഒത്തിരി ഹൈന്ദവ മക്കൾ ഇവിടെ മരണമടഞ്ഞു. ആരും അതിനെ ചൊല്ലി ഇവിടെ ഒരു ഡിബേറ്റിൽ സംസാരിക്കുന്ന നമ്മൾ കൂടുതൽ കാണാറില്ല. ഏതെങ്കിലും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരോ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരോ ഇതിന് ഹൈന്ദവ ആചാര്യന്മാരോ മാത്രമല്ലാതെ ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ ഇവിടുത്തെ വിപ്ലവം പറയുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസം സോഷ്യലിസം പറയുന്ന ആൾക്കാരോ ഒന്നും തന്നെ ഒന്നും പറയുന്ന നമ്മൾ കണ്ടിട്ടില്ല. എന്താ അവിടെ മരിച്ചത് മനുഷ്യരല്ലേ? എന്നാൽ ഇവര് നേരെ അങ്ങ് ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്തിലേക്ക് പോയിട്ട് അവിടെ അതിന് ഗോത്രയുണ്ടായില്ലേ മറ്റതുണ്ടായില്ലേ എന്ന് പറയുമ്പോ എന്താ അവിടെ മാറ്റം? നമ്മൾ ഇപ്പോഴും പറയുന്നു, എവിടെയാണെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളിലൂടെ മരിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. അവരുടെ മതത്തെക്കാൾ മുഖ്യം നമുക്ക് അവർ മനുഷ്യരാണ്. അവരൊക്കെ മരിക്കും, നമുക്ക് വിഷമമുണ്ട്. എവിടെ യുദ്ധം നടന്നാലും എവിടെ ആക്രമണം നടന്നാലും നമ്മളതിലേക്ക് ഖേദം പ്രകടിപ്പിക്കുന്നത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഹമാസിലല്ല, എവിടെയാണെങ്കിലും ശരി, ഇസ്രായേലിലോ പലസ്തീനിലോ എവിടെ നിങ്ങൾ ആക്രമണ യുദ്ധമോ പറഞ്ഞാലും ശരി, അതിൽ ഒരുപാട് നിരപരാധികൾ മരണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പക്ഷപാതപരമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പൊ അടുത്ത് കനി കുസൃതി ഒരു ഫിലിം അവാർഡിന്റെ പരിപാടിക്ക് പോയപ്പോ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു തണ്ണിമത്തൻ പിടിച്ചിട്ട് ആ കുട്ടി നിൽക്കുന്നത്. ആ കുട്ടി പങ്കെടുക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ പോകാൻ അഭിമാനമുണ്ട്. പക്ഷേ ആ അഭിമാനമുള്ളതിന്റെ ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു വിഷയത്തിൽ ആ കുട്ടി പറയുന്ന കേട്ടു, ബിരിയാണി എന്നൊരു സിനിമയിൽ അഭിനയിച്ചത് ഇഷ്ടമില്ലാണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, ആ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാലോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇപ്പൊ മമ്മൂട്ടിയുടെ മകനൊക്കെ ഉണ്ട് തോന്നുന്നു, അങ്ങ് പറഞ്ഞ ഒരു എന്താ ഹമാസിലോ എവിടെ വെച്ചാ ഒരു ഈ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെയൊക്കെ ഒരു ആഡ് നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നു. എന്താ നമുക്ക് അപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണുകയുണ്ടായി. അപ്പൊ ഉണ്ടാവണം അവിടെ ഇത്തരത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് അവിടെ കൊള്ളണ്ടെന്നല്ല. പക്ഷെ അവിടെ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്, ഈ രാജ്യത്താണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിന് ഇത് ആർക്കും തന്നെ കാണുന്നില്ല. ആ കാണുന്നില്ല എന്നുള്ളത് കേവലമല്ല. ഇപ്പോ നമ്മുടെ രാജശേഖരൻജി പല വിഷയങ്ങളും പറഞ്ഞു. ഇവിടെ ഇസ്ലാമിക മതസ്ഥരെല്ലാം തീവ്രവാദികളെന്ന അഭിപ്രായം നമുക്ക് ഇല്ല കേട്ടോ. നമുക്ക് അപ്പൊ അങ്ങേക്കും ഇവിടെ എല്ലാം ആർക്കും ഉണ്ടാവില്ല. തീവ്രവാദികളെല്ലാം തീവ്രവാദികളാണ്. അതിൽ ഇസ്ലാമിക മതനാമധാരികളും ആ ഒരു വീക്ഷണവുമായി വരുന്ന ആളുകളാണ് ലോകത്ത് തന്നെ കൂടുതൽ എന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. അത് തുറന്നു പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തളർത്താനാണെങ്കിൽ നമ്മളെ പോലും ഉണ്ടാതിരിക്കില്ല. കാരണം സത്യം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമികമായ വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിനകത്തു പോലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലായാലും പ്രതിപക്ഷമാണെങ്കിലും ശരി, ഇസ്ലാമികളുടെ വിഷയം വരുമ്പോൾ മൗനം ഭജിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടിയെടുക്കുകയും ചെയ്യും. ഹിജാബ് വിഷയം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ വല്ല ആകുലതപ്പെടുന്നു കണ്ടു. ഹിജാബ് മുസ്ലിങ്ങൾക്ക് പോലും എല്ലാവർക്കും വേണമെന്ന് അഭിപ്രായം ഇല്ല. ഇതെല്ലാം ഇസ്ലാമികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഫസൽ ഗഫൂർ പോലും അയാളുടെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇടുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ പലരും ആ രീതിയിൽ പോകുന്നു. അവിടെ അറേബ്യയിലെ സുൽത്താനാണ് അയാളെ ഭാര്യ അടക്കം ചുരിദാറും മറ്റുള്ളവർക്ക് മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നു. അപ്പൊ ഇവിടെ അത് വിഷയമല്ലാഞ്ഞിട്ടും അവിടെ മതം പോലും അത് അത്ര നിർബന്ധം പറയാഞ്ഞിട്ടും അതിന് ഏറ്റവും കൂടുതൽ അത് വേണം, അതിനും കൈയടത്തണ്ട എന്ന് പറയാൻ ഇൻട്രസ്റ്റ് കാണിച്ച ഇവിടുത്തെ ഈ ഭരണകക്ഷിയായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ അവർക്ക് അതുപോലെ തന്നെ ഓരോ വിഷയം, അവർക്ക് സംവരണത്തിന്റെ കാര്യത്തിലായാലും ശരി, അവരുടെ മന്ത്രിയാണെങ്കിലും ശരി, ഒക്കെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു വാങ്ങാനും കൊടുക്കാനും തയ്യാറായിരുന്ന ഈ വിഭാഗം ഇവർക്ക് പ്രത്യേകം പാക്കേജ് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ, അദ്ദേഹം മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു
നിയമസഭ കൂടുന്ന സമയത്ത് അദ്ദേഹം നമ്മൾ കേട്ടതാണ്. മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ തന്നെ പറഞ്ഞില്ല. പറയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയൊക്കെ സ്വന്തക്കാരാണ്, കർഷക തൊഴിലാളികളുടെ സ്വന്തമാണെന്ന് പറയും. ഈ പറഞ്ഞ മുഖ്യമന്ത്രി CAA വന്നപ്പോ അതിലെടുത്ത ഇൻട്രസ്റ്റ് ഇവിടെ പട്ടികജാതിക്കാരുടെ പേരിൽ ചെയ്യുന്ന കണ്ടില്ല. നമ്മൾ കേട്ടതാ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണത്തിൽ ഞങ്ങൾക്ക് യോജിക്കാനാകില്ല, യോജിക്കാൻ പറ്റാത്തവർ യോജിക്കണ്ട എന്ന്. അതായത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു എന്താ പറയാ മുഖ്യമായിരിക്കുന്ന ഒരു ഘടകമായിരിക്കുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സംവരണ മാനദണ്ഡത്തിൽ പോലും അസഹിഷ്ണുത കാണിച്ച ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാര് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു അപ്പീലിന് പോലും. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പോലും ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അദ്ദേഹം ഒന്നും അങ്ങനെ പറയുന്ന ആളല്ല, പക്ഷെ ചിലത് പറയേണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നും കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല ഈ മാറ്റി നിർത്തലുകൾ. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടാണ് കേരളത്തിലെ സർക്കാരിനെതിരെ ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം എന്താണ്? പ്രീണനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രീണനം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഒരാൾക്കും മിണ്ടാട്ടമില്ല. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ രാഷ്ട്രീയത്തിൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതം നോക്കുന്നു എന്ന് ബൈജുജി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മളൊന്നും രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരനെന്നുള്ള നിലവിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ ആ മനുഷ്യത്വത്തെ നോക്കി അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യമുല്ലെത്തുന്ന ഒരാളുടെ ജാതിയോ മതോ ലിംഗോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരാണോ എന്ന് അദ്ദേഹം നോക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വന്തം കാസ്റ്റ് ആണോ നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതൊന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ആ വ്യക്തി പോലും മത്സരിച്ച് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിനെ കേവലവൽക്കരിക്കാൻ വേണ്ടി മതം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുന്നത് അപ്പോൾ നോക്കണം. അതിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഈ മുസ്ലിം മതസ്ഥരല്ല, മതേതരത്വം പറയുന്ന ഇവിടുത്തെ കപടമാന്യന്മാരും രാഷ്ട്രീയക്കാരുമാണ് ഈ കുത്തിരിപ്പുണ്ടാക്കുന്നത്. അത്തരം ആളുകൾക്ക് അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ സംഘർഷം ഉണ്ടാവണമെന്ന AK ബാലൻ ഈയിടെ പറഞ്ഞൊരു ഇന്റർവ്യൂ നമ്മൾ കാണണ്ടായ ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിൽ വാർത്താ ചാനൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, വടകരയിൽ ഷാഫി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ജയിച്ചത് ഹിന്ദു BJP-കാരിയുടെ സ്ത്രീ അങ്ങനെ പറഞ്ഞു, എന്താണ് ഞാൻ വോട്ട് കൊടുത്തു. അതായത് അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ള ഭീകരവാദികളും തീവ്രവാദികളുമാണ് ഇവിടെ ഈ നാടിനെ നശിപ്പിക്കുന്ന, അവരാണ് ഷാഫിക്കോട്ട് ഭീകരവാദിയാണ്. ഹിന്ദു നാമധാരിയായ ഒരു അമ്മ, ഒരു BJP-കാരിയോ കോൺഗ്രസ്സുകാരിയോ കമ്മ്യൂണിസ്റ്റ് എന്തോ നമുക്ക് അറിയണ്ട, അവരെ AK ബാലൻ വിളിച്ചത് തീവ്രവാദി ഭീകരവാദി എന്ന്. AK ബാലന്റെ നാവ് കൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ, സ്വന്തം പാർട്ടിയിലുള്ള KT ജലീലിനെ പോലുള്ള ആളുകൾ ഇന്ന് പറയണ്ട, ഇന്നലെ തീവ്രവാദിയായിരുന്നു ഭീകരവാദിയാണെന്ന് പറയാൻ അവർക്ക് പറ്റുമോ? പറ്റില്ല. എന്താണ്? ഹൈന്ദവ സമൂഹത്തെ നിരന്തരം ഇത് പറയുകയും രാഷ്ട്രമില്ലാണ്ടാകണം തന്നെയാണ്. ആ ചൈനയിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ചില ആളുകളുടെ കാഴ്ചപ്പാട് ഇവിടെ രാഷ്ട്രമില്ലാണ്ടാകണം, അവർക്ക് രാഷ്ട്രത്തിന്റെ സംസ്കൃതി ഒന്നും തന്നെ ഇല്ല. അത്തരം ആളുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഈ ഭീകരന്മാരോട് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല വെച്ചാൽ ഇത് ഇവരുടെ അജണ്ടയിൽ ഇല്ല. കാരണം എന്താണ്, ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്ക് സ്വൈരമില്ല എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും രാഷ്ട്രം നശിച്ച് കണ്ടാൽ മതി, രാഷ്ട്ര പൈതൃകം നശിച്ച് കണ്ടാൽ മതി. അതിന് എന്താണ് ഏറ്റവും നല്ലത്? നേരത്തെ രാജശേഖരൻജി പറഞ്ഞ പോലെ ഇസ്ലാമിക ഭീകരവാദം കൊണ്ടു നടക്കുന്ന ആരാണോ അവരെ കൂട്ടുപിടിക്കുക എന്ന് തന്നെയാണ്, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ വടക്കൻ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ISIസിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ പറയുന്നതല്ല, ഇവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നതാണ്. ഇവര് പോലീസുകാരൻ തന്നെയാണല്ലോ. ഇവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഈ അറേബ്യൻ നാട്ടില് ഏതൊരു കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരണം കാത്തുകിടക്കുമ്പോൾ അതിനുവേണ്ടി ഇവിടെ 36-37 കോടി വിരിക്കാൻ ആളുണ്ടായി. എന്തേ നിമിഷ എന്നെന്തോ പറഞ്ഞൊരു പെൺകുട്ടി ഇവിടുന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് കടത്തിക്കൊണ്ടുപോയത്. ജയിലിൽ കിടക്കാണ് മരണം കാത്തുകൊണ്ട്. എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ, ആ കുട്ടിയുടെ പൂർവാശ്രമത്തിൽ മുൻകാലത്തെ പേര് നിമിഷ എന്നായി പോയി. ഇപ്പോഴും നിമിഷ എന്ന പേരിന്റെ ഒപ്പം ഉണ്ട്. അത് തന്നെ അവിടെ മതമുണ്ട്, ഇവിടെ മതമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മതമുണ്ട്. അവിടെ മതേതരന്മാരല്ല, മതം തെരയുന്നവർ തന്നെയാണ്. അതിലെന്ത് വേണം, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പേര് ഇങ്ങനെയാകണം. ഇങ്ങനെ ഈ മുസ്ലിം പേരൊക്കെ ആണെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് വന്നിട്ട് പറയുന്നവനാണ് തീവ്രവാദി. പറയുന്നവർക്ക് തീവ്രവാദമുണ്ട്. നമ്മളിപ്പോഴും നമ്മളെവിടെ തീവ്രവാദം പറഞ്ഞ്? യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒത്തിരി മുസ്ലിങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മളെ ഗവർണറെ കുറിച്ച് പറഞ്ഞു, നമുക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളെ കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒത്തിരി ഇസ്ലാമിക നാമധാരികളും ഉണ്ട്, മതവിശ്വാസികളുണ്ട്. ഈ രാഷ്ട്രത്തെ നെഞ്ചോട് ചേർക്കുന്ന ഓരോരുത്തരും നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ രാഷ്ട്രത്തിനകത്ത് ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ, സൗത്ത് ഇന്ത്യ പറഞ്ഞു, സൗത്ത് കട്ട് ഇന്ത്യ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഈ വടക്ക് ഭാഗം
ഉള്ള ആളുകൾക്ക് എന്തോ തെറ്റാണെന്ന് അതിന് തെക്ക് ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യാം, ഒരു ജില്ല സ്പ്ലിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ മുഴങ്ങി വരുന്ന ഒരു സാധനം ഒരു മതമാണ്. ആ മതത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിൽ ഭീകരപ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം അതിന്റെ മതത്തിന്റെ ആളുകൾക്കാണ്. അതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ല. പക്ഷെ നമ്മളെ കല്ലെറിയാനും നമ്മുടെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കാനും നമ്മുടെ ഭക്തന്മാരെ കൊല്ലാനും ഒരുമ്പെട്ടിറങ്ങിയാൽ അതൊരു മതത്തിന്റെ നാമധാരികളാണെങ്കിൽ അതിനെ ചൂണ്ടി പറയാനും അതിനെ എതിർക്കാനും എതിർക്കേണ്ട രീതിയിൽ എപ്പോൾ എതിർക്കണോ അപ്പോൾ എല്ലാം എതിർക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകണം. അപ്പൊ പറയുന്നവനെ മതം പറഞ്ഞ് ഭയപ്പെടുത്താന്നാണെങ്കിൽ അത് സാധ്യമല്ല. എന്തായാലും നമ്മളുടെ ആരിഫ് ഹുസൈൻ ജി വന്നിട്ടുണ്ട്, അപ്പൊ അദ്ദേഹം കൂടുതൽ സംസാരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും ശരി, ഇതിന് വലിയ ദുഃഖമുണ്ട്, ഒപ്പം തന്നെയാണ് പ്രതിഷേധവുമുണ്ട്. ഇതിന് മൗനം ഭജിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട്, അതിന്റെ അപ്പുറം കിട്ടും. കാരണം ഹിന്ദുക്കൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്കറിയുന്നുണ്ട് അവരെ മാത്രമാണ് ഇങ്ങനെ കാണുന്നത്, അവരെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ ബൈജുജി, എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇവിടെ പള്ളികളിലൊക്കെ അന്വേഷണം വന്നോന്ന് അറിയില്ല. ഇപ്പൊ ചണ്ടാളബാബയുടെ ആശ്രമത്തിൽ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഹിന്ദുക്കളുടെ ശോഭയാത്ര വരുമ്പോഴും ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വരുമ്പോഴും ഒക്കെയാണ്, അല്ലെങ്കിൽ ആശ്രമങ്ങളും അമ്പലങ്ങളും ഒക്കെയാണ് ഗംഭീര നിരീക്ഷണത്തിൽ. എന്നാൽ ഇവിടെ മാറാട് കലാപം ഉണ്ടായപ്പോൾ ആയുധങ്ങൾ പിടിച്ചെടുത്ത് പള്ളികളിൽ നിന്നാണെന്ന് മറക്കരുത്. എല്ലാ പള്ളികളും അല്ലെങ്കിലും പല പള്ളികളിൽ നിന്നും പിടിച്ചിട്ടുണ്ടെന്നും പല നേതാക്കന്മാരും മതേതൃത്വം പറയുന്ന പല നേതാക്കന്മാരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടു എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കണം. ആ ഓർത്തുകൊണ്ട് മാത്രമേ ഹിന്ദുവിന് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ തന്നെ ഭരിക്കുന്ന രാജ്യത്ത് ഹിന്ദുക്കളെ ഇത്തരത്തിൽ കഷ്ടപ്പെടുത്തുമ്പോൾ ഈ ഭരണം പോലും ഇല്ലെങ്കിൽ ഹൈന്ദവരുടെ ഗതി എന്താകുമെന്ന് നമുക്കൊക്കെ ആകുലതയുണ്ട് എന്നുകൂടി പറയുന്നു. നമസ്തേ, നമഃ ശിവായ.